എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗിന്റെ വീഡിയോസ് ആണ്. നല്ല നല്ല ബാഗുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്ന ബാഗ് ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാഗ് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിച്ചത് ഈ ഫ്ലോണ്ടിറ്റിന്റെ തന്നെയായിരുന്നു. കാരണം ഇപ്രാവശ്യം കുറെ പുതിയ പുതിയ മോഡലുകൾ ബാഗുകളൊക്കെ കിട്ടി. അതുകൊണ്ടാണ് ഈ ഫ്ലോണ്ടിറ്റിന്റെ തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. അപ്പൊ ഈ ബാഗ് ഞാൻ ഇതുവരെ കാണിക്കാത്ത ഒരു മോഡലാണ്. ഇത് ജോലിക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള ഒരു ബാഗാണ്. അധികം എന്താ പറയാ വർക്കോ ഡിസൈനുകളോ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാ ഇതുപോലെയാണ്. ഇതിന്റെ അടിവശം കണ്ടോ, ഇത്രയ്ക്കും വീതി തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലും സൈഡൊക്കെ കണ്ടോ ഇതിന്റെ ഉള്ളിൽ കിട്ടും. നല്ല സ്പേഷ്യസ് ആണ് ഈ ബാഗ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാ ഒരു സിബും പോക്കറ്റും ബാക്ക് സൈഡിലുണ്ട്. ഇനി ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒറ്റ സിബാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് 3 കള്ളിയാണ് വരുന്നത്. കണ്ടോ, ഇത് സൈഡിലുള്ള ഒരു കള്ളി, ഇത് സെന്ററിലൊരു കള്ളി, ഇത് ഇപ്പുറത്ത് വേറൊരു കള്ളി. അപ്പൊ ഇതില് നമുക്കിപ്പോ വെള്ളം കുപ്പി, ആര് ഇന്നാള് ബൈബിള് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ബൈബിള് വെക്കാം, എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ജോലിക്ക് പോകുമ്പോൾ ജോലിക്കാർക്കും ഇത് ഉപയോഗിക്കാം. അതിനേക്കാൾ നന്നായിരിക്കുക ഇത് നമ്മളൊരു യാത്രയ്ക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. നമുക്കിപ്പോ ഒരു ജോഡി ഡ്രസ്സ് വെച്ച് ഒരു സ്ഥലത്തേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോവാണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളും ഇതില് കൊള്ളുന്ന ഒരു ബാഗാണ്. പിന്നെ 3 ഫോൾഡിന്റെ കൂടെ വെള്ളം കുപ്പി, എന്തൊക്കെ സാധനങ്ങൾ വേണോ എല്ലാ സാധനങ്ങളും ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ ഇതിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് വളരെ ഇപ്പൊ ഞാൻ ആ പേപ്പറുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഈ ബാഗിന് കനമേ ഇല്ല, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ബാഗാണ്. ഇതിന്റെ വാറ് ഇങ്ങനെ ഉരുണ്ട് വന്നിരിക്കുന്ന ഒരു വാറാണ്. ഇത് ഇങ്ങനെയാണ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഷോൾഡറിൽ ഇതുപോലെ ഇടുന്ന ബാഗാണ്. അതല്ലാതെ ഒരുപാട് ലെങ്ത്തിൽ വേണം എന്ന് പറഞ്ഞാൽ ഇടാൻ പറ്റുന്ന ബാഗല്ല. ലെങ്ത്തിലുള്ള സ്ലിങ് ഇല്ല. അപ്പൊ ഇത്രയ്ക്കും കള്ളികളുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് സിബും പോക്കറ്റും വേറെ വരുന്നുണ്ട്. അപ്പോ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1050. അപ്പം ഈ ബാഗ് ഫസ്റ്റ് കാണിച്ചത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ വരുന്ന ബാഗ് എന്ന് പറയുന്നത്, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും ഇങ്ങനെ ഒരു കളർ കാണിച്ചായിരുന്നു. ഒരു മണ്ണിന്റെ ഒക്കെ ഒരു കളറ്, നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു കളറാണ്. നല്ല ഒരു പുതിയൊരു കളർ വന്നിരിക്കുന്നതാണ്. ഈ കളറൊന്നും അങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കളറല്ല. നല്ലൊരു മഡിന്റെ കളറ്. പിന്നത്തെ ഒരു കളറ് ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ എന്ന് പറഞ്ഞാൽ ഇത് റെഡിഷ് മെറൂൺ കളറാണ്. പിന്നത്തെ കളറ് ഒരു ഗ്രീനിന്റെ ഒരു ചെറിയൊരു ടിന്റ് ഉണ്ടെന്നേ ഉള്ളൂ, ഒരു ഇംഗ്ലീഷ് കളർ എന്ന് പറയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറ്, നല്ല ബാഗും ആണ്. ഇത് ഇങ്ങനെയാണ്, ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1050. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ബാഗ് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നല്ല കസ്റ്റമർ എൻക്വയറി ഉള്ള ഒരു ബാഗ് ആയിരുന്നു. എന്റെ നിന്ന് കുറെ പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അവർക്കറിയാം അതിന്റെ ക്വാളിറ്റി എന്താന്നുള്ളത്. ഇത് കാറ്ററിന്റെ ബ്രാൻഡിൽ വരുന്ന ഒരു ബാഗാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കുറച്ച് ചങ്ങലും പിന്നെ വാറുമാണ് വന്നേക്കണേ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡിലൊക്കെ വളരെ സിമ്പിൾ ആണ് ഈ ബാഗ്. ഇത് നമുക്ക് യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു ബാഗാണ് കേട്ടോ. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള ഒരു ബാഗാണ്. ഇതിൽ ഈ കാറ്റർ എന്ന് പറയുന്ന ഈ ഒരു എംബ്ലം മാത്രമാണ് ഫ്രണ്ട് സൈഡിലുള്ളത്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സിബും ഒരു പോക്കറ്റും ആണ് ബാക്ക് സൈഡിലുള്ളത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് 3 കള്ളിയാണ് ഇതിന്. കണ്ടോ, ഇതിപ്പോ സൈഡിലുള്ള ഒരു കള്ളി, ഇതാ ഇത്രയ്ക്ക് സ്പേഷ്യസ് ആണ് ഈ സൈഡിലത്തെ കള്ളി. പിന്നെ സെന്ററിലെ കള്ളിയുടെ സിബ് ഒന്ന് കിടക്കണമൊക്കെ ഇത്രയും ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇത്രയ്ക്ക് മാത്രം ഇത് തുറക്കാൻ പറ്റും. അപ്പൊ ഇത് ഈ സെന്ററിലെ കള്ളി തുറന്നു കഴിയുമ്പോ ഇതാ ഇത്രയ്ക്ക് സ്പേസ് സെന്റർ കള്ളിയിലുണ്ട്. ഒരു സൈഡില് സിബ് ഇല്ലാത്തൊരു പോക്കറ്റ്, വേറൊരു സൈഡില് സിബ് ഉള്ള ഒരു ഒരു പോക്കറ്റ്. പിന്നെ ഇനി അത് കൂടാതെ വീണ്ടും ഒരു കള്ളി ഇപ്പുറത്തും ഉണ്ട്. കണ്ടോ, അപ്പൊ ഇങ്ങനെ 3 കള്ളിയാണ് ഈ ബാഗിലുള്ളത്. ഇതൊക്കെ ഞാൻ പേപ്പർ എടുത്ത് കഴിഞ്ഞപ്പോ കണ്ടോ, ഇതാകെ ഇങ്ങനെ ഒട്ടിപ്പോയി. ഇതിന് ഒട്ടും കനമില്ലാത്തൊരു ബാഗാണ്. ഇത് നമുക്ക് യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാം. 1 ഡേ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഒരു ജോഡി ഡ്രസ്സോ 2 ജോഡി ഡ്രസ്സോ ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1350.
ഒന്നാമത്തെ കളറ് ഈ ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ്, പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ടെർക്കോയിഷ് ബ്ലൂ ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മൗ ഷെയ്ഡ്. കണ്ടോ, ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതൊക്കെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ബാഗാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ്. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1350. ഈ ബാഗ് ഇതൊരു ചെറിയൊരു ബാഗാണ്, നമുക്ക് ഇതിൽ കൊടയൊന്നും വെക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു ട്രിപ്പിന് പോകുന്നു, അതല്ലെങ്കിൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ക്യാച്ചി എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ബാഗുകളാണ്. ഒരു ഓഫ് വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അതിൽ നിറച്ച് ഇങ്ങനെ കണ്ടോ ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത്. ഈ താഴത്തെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറ്, ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഈ ഫ്ലാപ്പ് വന്നിരിക്കുന്നതും ഈ ചോക്ലേറ്റ് ഷെയ്ഡ്, ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്, പ്രസ് ബട്ടൺ ആണ്. നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഷോൾഡറിൽ നല്ല നീളത്തിൽ ഇടാനായിട്ട് പറ്റുന്ന സ്ലിംഗ് ആണ് കേട്ടോ. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ കണ്ട, ഇതുപോലെ നല്ല നീളത്തിൽ ഇടാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബാഗാണ് ഇത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് 2 കള്ളിയാണ് വരുന്നത്. കണ്ടോ, ഇവിടെ ഒരു സിബ്, ഇതിലൊരു സിബ്. ഇതിലത്തെ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് 5 ഫോൾഡിന്റെ കുട ഇതിൽ വെക്കാൻ പറ്റും, 3 ഫോൾഡിന്റെ കുട ഇതിൽ വെക്കാൻ പറ്റില്ല. ഇത് നമ്മള് ഒന്ന് പുറത്തേക്ക് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈലും പിന്നെ കണ്ണാടിക്കൂട്, മൊബൈല്, അതല്ല എന്തെങ്കിലും മേക്കപ്പിന്റെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് പോവാനായിട്ട് പറ്റുന്ന ഒരു ബാഗാണ്. അപ്പൊ ഇത് ക്യാച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. ഞാൻ ഈ പേപ്പർ എടുത്ത് കളഞ്ഞപ്പോ ഇതിലും ഒട്ടും കനല്ല കേട്ടോ ഈ ബാഗുകൾക്കൊന്നും. അപ്പൊ ഇതില് ആദ്യം വരുന്നത് ഓഫ് വൈറ്റ് വിത്ത് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡ്. ഈ ബാഗിന്റെ ഒക്കെ റേറ്റ് വന്നിരിക്കുന്നത് 570. ഇനി അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് നല്ല ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ്, ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഫ്ലോറൽസ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് ഫ്ലോറൽസ്. പിന്നത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് ബ്രൗൺ ആണ്. കണ്ടോ, താഴ്ഭാഗവും ഈ ഫ്ലാപ്പും ആണ് ഇങ്ങനെ കളർ ചേഞ്ച്. അപ്പൊ ഇങ്ങനെ 4 കളറിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 570. ഇത് കാണിക്കുന്നത് ഒരു ക്ലോത്ത് ബാഗാണ്. അപ്പൊ ഞാൻ ഇതിനേലും മുമ്പ് ഒരു ക്ലോത്ത് ബാഗുകൾ 380 രൂപയ്ക്ക് കാണിച്ചായിരുന്നു. ആ മെറ്റീരിയൽ അല്ല ഇത്. ഇത് ക്ലോത്ത് എന്ന് പറഞ്ഞാലും എന്താ പറയാ, ഇങ്ങനെ ഒരു പൊതപൊതാന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ക്ലോത്ത് ആണിത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഗ്രേയുടെയും ഓഫ് വൈറ്റിന്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഔട്ടർ സൈഡില് പുറമെ ഇങ്ങനെയാണ്. ഇവിടെയും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇനി ഇതിൽ തന്നെ വേറെ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. 2 എണ്ണം ഉണ്ട് ഇതില്. ഇവിടെ തന്നെ 2 കള്ളിയുണ്ട്. പിന്നെ ഇതിന്റെ ഈ സെന്റർ ഭാഗം തുറന്നു കഴിയുമ്പോൾ ഞാൻ 380 രൂപയ്ക്ക് കാണിച്ചിരുന്ന ബാഗിൽ ഒരൊറ്റ കള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഇതിലിതാ ഇങ്ങനെ 2 കള്ളിയാണ് ഇതിൽ വരുന്നത്. കണ്ടോ, 2 കള്ളി ഇതിലുണ്ട്. അപ്പോ ഇതിന്റെ ഈ മെറ്റീരിയലിന് ഒരു വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ബാഗുകളാണ് കേട്ടോ. ഈ മെറ്റീരിയലിനും ഒരു വ്യത്യാസമുണ്ട്. ഇതില് 2 അറയുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480 രൂപ. അപ്പൊ ഇതിപ്പോ കോളേജിൽ പോകുന്ന കുട്ടികൾക്കായാലും കൊണ്ടുപോകാം, യൂത്ത് കുട്ടികളൊക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ 2 കള്ളിയാണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ചെറിയ സിബ് ഇല്ലാത്ത ഒരു പോക്കറ്റ് ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. അപ്പം ആദ്യത്തെ കളർന്ന് ഞാൻ പറഞ്ഞത് ഗ്രേയുടെ ലൈറ്റ് ഷെയ്ഡും ഒരു ഓഫ് വൈറ്റ് ഒക്കെ മിക്സ് ആയ കളറ്. ഇനി ഇതിന്റെ വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് കണ്ടോ, ഒരു ബീജും ഓഫ് വൈറ്റും കൂടി കലർന്നൊരു ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലൂവും. ഇതിലിപ്പോ ഇങ്ങനെ ചെക്ക് പോലെയാണ് ഇതിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ ഫ്രണ്ട് സൈഡിലത്തെ ഡിസൈന് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. മുമ്പ് കാണിച്ച 2 എണ്ണത്തിൽ ഇങ്ങനെ സ്ലാൻഡിങ്ങിലായിരുന്നു സിബ്, ഇത് 2 എണ്ണം സ്ട്രെയിറ്റ് ആണ്. പിന്നത്തത് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഇതിലത്തെ ഡിസൈനും ഒരു വ്യത്യാസമുണ്ട്. പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിലൊരു ഗോൾഡൻ ഷെയ്ഡാണ്. ഇതിന്റെ ഈ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ മെറ്റീരിയലിന്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് ഗ്രേയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്
ഒരു ചോക്ലേറ്റ് റസ്റ്റ് അങ്ങനെയൊക്കെ കലർന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ ഇത്രയും ഷെയ്ഡുകളിലും ഡിസൈനുകളിലുമാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480. ഈ ബാഗ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇത് ഈ ബാഗ് കണ്ടോ, നോക്കൂ, ഇങ്ങനെയാണ് ഈ ബാഗിന്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഇത് നമുക്ക് യാത്ര പോകുമ്പോ, നമ്മൾ ടൂർ പോകുമ്പോ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. കാരണം ഇതിന് അത്രയ്ക്കധികം സ്പേസ് ഉണ്ട്, അത്രയ്ക്കധികം സാധനങ്ങൾ ഇതില് കൊള്ളിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ഇതൊക്കെ ഇമ്പോർട്ടഡ് ബാഗുകളാണ്, ചൈനയിൽ നിന്ന് വരുന്ന ബാഗുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം മെറ്റീരിയൽ ആണ്. അതുപോലെ ഒട്ടും വെയിറ്റും ഇല്ല, സോഫ്റ്റും ആണ്, വെയിറ്റും ഇല്ല. അങ്ങനത്തെ ഒരു തരം മെറ്റീരിയൽ ആണിത്. ഇതങ്ങനെ നമ്മള് സാധാരണ എല്ലാ കടകളിലും നോർമലായിട്ട് ഏതെങ്കിലും കടകളിലൊക്കെ ഉണ്ടാവാം, പക്ഷെ എല്ലാ കടകളിലും നോർമലായിട്ട് ഉള്ള ഒരു ബാഗ് അല്ല. ഇതൊക്കെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് ഈ ബാഗിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ ഇതില് ഫ്രണ്ട് സൈഡ് ആണ് ഇതുപോലെ 3 ബട്ടൺ ആണ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ, അതല്ലാതെ ഈ ഫ്ലാപ്പ് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ. ഈ 3 ബട്ടണും ഒരു ഫ്ലാപ്പും, ഇതിന്റെ ഉള്ളിൽ പോക്കറ്റ് ഇല്ല. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ ഒരു നെൽക്കതിര് നിൽക്കണോണോ ബട്ടർഫ്ലൈ പറക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു ഡിസൈൻ. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇതിന്റെ ഇതുപോലെ 2 ഞൊറി പോലെയാണ് ഇതിന്റെ 2 സൈഡിലും ഉള്ള ഡിസൈൻ വന്നിരിക്കുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇടുന്ന ബാഗാണ്, അതല്ലാതെ ഒരുപാട് ലെങ്ത്തിൽ ഇടുന്ന ബാഗല്ല. അതിനുള്ള പ്രൊവിഷൻ ഇതിലില്ല. ഇനി സെന്ററിൽ ഒരു സിബാണ്. അത് തുറന്നു കഴിഞ്ഞ് എന്തുമാത്രം സാധനങ്ങൾ അതിൽ വെച്ചിരിക്കണേന്ന് നോക്ക്. കണ്ട, ഈ കണ്ട പേപ്പറുകൾ മുഴുവൻ വെച്ചിട്ടും ഇതിൽ സ്പേസ് ബാക്കിയായിരുന്നു. നോക്ക്, ഇത്രയും സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇഷ്ടം മാതിരി സാധനങ്ങൾ നമുക്ക് ഇതിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു സിബും ഒരു പോക്കറ്റും ഒരു സൈഡിലുണ്ട്. ഒരു സൈഡില് സിബ് ഇല്ലാത്ത ഒരു പോക്കറ്റും ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇതിന്റെ അടിവശം കണ്ട, ഇത്രയ്ക്കും വിസ്താരം തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കിട്ടും. നമുക്ക് അത്രയ്ക്ക് സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇപ്പൊ ആദ്യം കാണുന്ന കളർ എന്ന് പറയുന്നത് ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 725 രൂപ. അപ്പൊ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് ഇതുപോലെ ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് നേവി ബ്ലൂ. ഇതിലെന്താണ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഡിസൈന് മാത്രമാണ് വ്യത്യാസം, ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്. ഇതുപോലെ ഒരു ഫ്രണ്ടിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട്, പക്ഷെ അതിൽ 3 ബട്ടൺ. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നുമില്ല, ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നു. ഇതിലൊരു ബട്ടർഫ്ലൈ ആണ് ഡിസൈൻ. അടുത്തത് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അതിലത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് അതില്. പിന്നെ വരുന്നത് ഒരു ഗ്രീനിഷ് ഗ്രേ എന്ന് പറയാം, ഗ്രേയും ഗ്രീനും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ്. അതിലത്തെ ഡിസൈൻ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈനാണ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല സുഖമുള്ള ബാഗാണ്, നല്ല മെറ്റീരിയൽ, ഇഷ്ടംമാതിരി സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 725. അപ്പൊ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.